നമസ്കാരം, എല്ലാവർക്കും ഗോൾഡൻ സൺലൈറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ഞാനിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് വിഷ് വൈസ്ലി, ഗ്രൂപ്പ് നമ്പർ 1. രണ്ടാമത്തെ കാർഡ് വിസ്ഡം, ഗ്രൂപ്പ് നമ്പർ 2. ഇത് രണ്ടിൽ നിന്ന് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ഷൻ നടത്തിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് കാർഡ്സ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത്, 6 ഓഫ് പെൻറ്റക്കിൾസ്, മജീഷ്യൻ എന്നിവയാണ്. ഒന്നാമത്തെ കാർഡായ സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ ഈ ആഴ്ച പൊതുവെ എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഈ കാർഡ് ആന്തരിക ശക്തി, സഹിഷ്ണുത, ക്ഷമ, ധൈര്യം എന്നിവയുടെ കാർഡാണ്. ഈ ആഴ്ച നിങ്ങളുടെ ആന്തരിക ശക്തി പ്രയോജനപ്പെടുത്തുന്നത് പ്രധാനമാണെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ശക്തമായ നടപടിയേക്കാൾ ക്ഷമയും സൗമ്യമായ നിശ്ചയദാർഢ്യവും ആവശ്യമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്തും കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെന്ന് സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച ശാന്തതയും സംയമനവും ആത്മവിശ്വാസവും നിലനിർത്തുന്നതിലൂടെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ജോലി സ്ഥലങ്ങളിലോ വ്യക്തിബന്ധങ്ങളിലോ നിങ്ങൾക്ക് സ്ട്രെസ്ഫുള്ളായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുകയും അനുകമ്പയോടും ആന്തരിക ശക്തിയോടും കൂടി പ്രതികരിക്കുന്നത് ഒരു നല്ല ഫലത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. ഏത് വെല്ലുവിളികൾക്കിടയിലും പോസിറ്റീവായി തുടരുക. രണ്ടാമത്തെ കാർഡായ 6 ഓഫ് പെൻറ്റക്കിൾസ് ഈ ആഴ്ച വരാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ സൂചിപ്പിക്കുന്നു. ഇത് ബാലൻസും ന്യായവും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഈ ആഴ്ച ഉയർന്നു വന്നേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ വളരെയധികം നൽകുന്നതായും തിരിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ബാലൻസ് കണ്ടെത്തുന്നതിനുള്ള വെല്ലുവിളിയെ ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തികമായോ മറ്റോ ആരെയെങ്കിലും സഹായിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ഈ പിന്തുണ തിരിച്ചു നൽകപ്പെടുമോ അല്ലെങ്കിൽ വിലമതിക്കപ്പെടുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുകയില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന എനർജിയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ നോ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാർഡായ മജീഷ്യൻ കാർഡ് നിങ്ങൾക്ക് ഈ ആഴ്ചയിലേക്കുള്ള ഗൈഡൻസ് നൽകുന്നു. ഈ ആഴ്ച നിങ്ങളുടെ വഴിയിൽ വരുന്ന ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും നിങ്ങളുടെ പക്കലുണ്ടെന്ന് മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിലാണ്. അതിനാൽ നടപടിയെടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാനുമുള്ള സമയമാണിത്. നേതൃത്വം വഹിക്കാൻ മടിക്കരുത്. ഈ ആഴ്ച നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരു ചലഞ്ച് നേരിടുന്നുണ്ടെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക. പ്രതിരോധശേഷിയിലും ഇമോഷണൽ കൺട്രോൾ നിലനിർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ആഴ്ച ആരംഭിക്കുന്നത്. ചലഞ്ചസ് ഉയർന്നു വന്നേക്കാമെന്ന് സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നു. എന്നാൽ അവയെ കൈകാര്യം ചെയ്യാനുള്ള ആന്തരിക ധൈര്യം നിങ്ങൾക്കുണ്ട്. ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഈ ആഴ്ചയിലെ പ്രധാന തടസ്സം കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും. അത് സാമ്പത്തികം, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാത്തതായി അനുഭവപ്പെടാം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനോ നിങ്ങളുടെ സ്വന്തം ക്ഷേമത്തിൻ്റെ ചെലവിൽ അവരെ സഹായിക്കുന്നതിനോ ശ്രമിക്കുന്നതിൽ അമിതമായി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ആഴ്ചയിൽ വിജയകരമായി നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയും ശ്രദ്ധയും റിസോഴ്സസും പ്രയോജനപ്പെടുത്തുക. ചലഞ്ചസിനെ അതിജീവിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ആവശ്യമായതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ധീരമായ നടപടിയെടുക്കാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടമാക്കുന്നതിനുള്ള ശക്തമായ ആഴ്ചയാണിത്. അതിനാൽ വ്യക്തമായ ഉദ്ദേശങ്ങൾ സജ്ജീകരിക്കുകയും അവ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക. ക്ഷമ നിങ്ങളുടെ മഹാശക്തിയായി ഉപയോഗിക്കുക. ചിലപ്പോൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ശാന്തവും സംയമനം പാലിക്കുന്നതുമാണ്. നിങ്ങളുടെ ടൈമും എനർജിയും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നീതി പുലർത്തുന്നുണ്ടോ എന്ന് പരിഗണിക്കുക. ചുരുക്കത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയിൽ വിശ്വസിക്കുക. ഇമോഷണൽ ബാലൻസ് നിലനിർത്തുക.
നിർണായക നടപടികൾ എടുക്കുക. ക്ഷമ, ആത്മവിശ്വാസം, ക്രിയേറ്റിവിറ്റി എന്നിവയാൽ നിങ്ങൾക്ക് ഏത് ചലഞ്ചസിനെയും തരണം ചെയ്യാനും ഈ ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും കഴിയുന്നതായിരിക്കും. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. കാർഡ്സ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ് എന്നിവയാണ്. ഒന്നാമത്തെ കാർഡായ നൈറ്റ് ഓഫ് കപ്സ് ഈ ആഴ്ച മൊത്തത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി, ഒരു റൊമാൻറ്റിക് ടച്ച് എന്നിവയാൽ നയിക്കപ്പെടുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അതൊരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ആയിരിക്കാം, ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കണ്ട ഒരു സ്വപ്നം സഫലമാകുന്നതായിരിക്കാം. ഈ കാർഡ് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുന്നതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ഈ ആഴ്ച നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആയിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ പിന്തുടരുക. രണ്ടാമത്തെ കാർഡായ പേജ് ഓഫ് കപ്സ് ഈ ആഴ്ച വരാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ പറ്റി പറയുന്നു. ഈ ആഴ്ച നിങ്ങളുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഇമോഷണൽ റെസ്പോൺസസ് ശ്രദ്ധിക്കുക. നിങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ ഇമോഷൻസിനെ അടിസ്ഥാനമാക്കി മാത്രം തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും ഉറപ്പാക്കുക. മൂന്നാമത്തെ കാർഡായ ജഡ്ജ്മെൻറ്റ് കാർഡ് നിങ്ങൾക്ക് ഈ ആഴ്ചയിലേക്കുള്ള ഗൈഡൻസ് നൽകുന്നു. ആഴത്തിലുള്ള സ്വയം അവബോധത്തിനും പരിവർത്തനത്തിനുമുള്ള ഒരവസരമാണ് ഈ ആഴ്ച വാഗ്ദാനം ചെയ്യുന്നതെന്ന് ജഡ്ജ്മെൻറ്റ് കാർഡ് സൂചിപ്പിക്കുന്നു. ഒരു പടി പിന്നോട്ട് പോയി നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളെയോ തീരുമാനങ്ങളെയോ പെരുമാറ്റങ്ങളെയോ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാനും മികച്ച പാതയിലേക്ക് നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനും ജഡ്ജ്മെൻറ്റ് കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ കുറച്ച് സമയമെടുക്കുക. ക്രിയേറ്റിവിറ്റിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ പിന്തുടരുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ആഴ്ച ആരംഭിക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾ ആഴത്തിലുള്ള ബന്ധങ്ങൾ തേടുകയും നിങ്ങളെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്നത് പിന്തുടരുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ ഒന്നുകൂടി വിലയിരുത്താനും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കാനുമുള്ള ഒരു സമയമാണിത്. നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നന്മയുമായി പൊരുത്തപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക, എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുക. ക്രിയേറ്റീവ് പ്രോജക്റ്റുകൾക്കോ അർത്ഥവത്തായ കമ്മ്യൂണിക്കേഷനോ ഇതൊരു മികച്ച ആഴ്ചയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഉപയോഗിക്കുക. നിങ്ങൾ ഇമോഷണലി സെൻസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ സെൽഫ് കെയറിനായി സമയമെടുക്കുകയും ആവേശകരമായി പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആക്കുക. തെറ്റിദ്ധാരണകൾ വളരാൻ അനുവദിക്കരുത്. വളരെ വ്യക്തതയോടെയും അനുകമ്പയോടെയും അഭിസംബോധന ചെയ്യുക. മറ്റുള്ളവരുമായി ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സ്ഥാപിച്ച് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക. ആത്മപരിശോധനയ്ക്കായി സമയം നീക്കിവെക്കുക. നിലനിൽക്കുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്നിവയിൽ വ്യക്തത ലഭിക്കുന്നതിന് ജേർണലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പരിഗണിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. ശരിയായ പാത തിരഞ്ഞെടുക്കാൻ ആവശ്യമായ ജ്ഞാനവും ഉൾക്കാഴ്ചയും നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങളെ തടഞ്ഞു നിർത്തിയേക്കാവുന്ന നിങ്ങളുടെ പാസ്റ്റിലെ ഇമോഷണൽ ബാഗേജ് ഉപേക്ഷിക്കുക. പരിവർത്തനത്തിനും നവീകരണത്തിനുമുള്ള ആഴ്ചയാണിത്. ഈ ആഴ്ച നിങ്ങളുടെ ഇമോഷൻസിനെ ഉൾക്കൊള്ളുക, സെൻസിറ്റിവിറ്റി നിയന്ത്രിക്കുക, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ചുരുക്കത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക, എന്നാൽ നിങ്ങളുടെ സത്യത്തിൽ നിലകൊള്ളുക. വ്യക്തമായ വിവേചനത്തോടെ ഇമോഷണൽ സെൻസിറ്റിവിറ്റി ബാലൻസ്ഡ് ആക്കുക. നിങ്ങളുടെ ഹയർ സെൽഫുമായി പൊരുത്തപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ വ്യക്തതയോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.